ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിന് എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്നുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാം. ആക്ച്വലി ഇങ്ങനെയാണ് നിങ്ങൾ ക്യാരക്ടർ സ്കെച്ചിന് ക്വസ്റ്റ്യൻ വരാറുള്ളത്. നമ്മുടെ ഹെലൻ കെല്ലറിന്റെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരുടെ ആ ഒരു ജീവിതത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ ആ ഒരു കംപ്ലീറ്റ് ഹിൻസും നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്തേണ്ടത്. നിങ്ങൾക്ക് ഏതൊരു ക്യാരക്ടർ സ്കെച്ച് നാളത്തെ എക്സാമിന് ഇത് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഏത് ക്യാരക്ടർ സ്കെച്ച് കിട്ടിയാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രൂപമാണ് ദിസ് വൺ. ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ആ ഒരു ക്യാരക്ടറുടെ പേര് എഴുതി കൊടുക്കുക. ആ ഒരു സ്റ്റോറി ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ആ ചാപ്റ്ററെ ഓതർ ആരാണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. അതിനുശേഷം ആ ക്യാരക്ടറിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്, ഏത് റോളാണ് ഇവിടെ ഹെലൻ കെല്ലർ എന്ന് പറയുന്നത്, ഏത് റോളാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ രഞ്ജി ആണെങ്കിൽ രഞ്ജിന്റെ എന്ത് പറയാൻ പറ്റും, ഹീസ് എ ക്രിക്കറ്റർ എന്ന് പറയാൻ പറ്റും. അങ്ങനെ എന്താണ് റോള് എന്നുള്ളത് എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ്, ആ ലുക്ക് ലൈക്ക് എങ്ങനെയാണ്, ഒരു സ്പോർട്സ്മാൻ പേഴ്സൺ ആണ് എന്നുള്ള സമയത്ത് കുറച്ചുകൂടി ബോഡി കുറച്ചുകൂടി അടിപൊളിയാണ്, ഭയങ്കര കുറച്ചുകൂടി എന്താണ് ഗ്ലാമർ ആണ്, തടി ഉണ്ട്, തടി കുറവുണ്ട്, ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് കുറവുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്കത് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കത് പറയേണ്ട ആവശ്യമില്ല. ഇനി മെയിനായിട്ട് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചിൽ വേണ്ടത് ബിഹേവിയർ ആണ്. അവന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത്. നല്ല ക്യാരക്ടർ ആണെങ്കിൽ നല്ല സ്വഭാവം, അതുപോലെ തന്നെ ഇമോഷണൽ ആണെങ്കിൽ അങ്ങനെ മറ്റു ഓരോരുത്തരോടും എങ്ങനെയാണ് അവന്റെ ക്യാരക്ടറിന്റെ ഒരു ബിഹേവിയർ എന്നുള്ളത് ഈ ഒരു സെഗ്മെന്റിൽ നമ്മൾ വിശദീകരിച്ചു കൊടുക്കുക. അതിനുശേഷം മറ്റു ക്യാരക്ടേഴ്സുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ലെങ്തി ആയിട്ട് എഴുതാൻ പറ്റും. അത് നിങ്ങളുടെ ആ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള അതിന്റെ ഒരു സിറ്റുവേഷൻ കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് സപ്പോസ് ഇതിന്റെ ഒരു ആൻസർ, നമ്മുടെ ഹെലൻ കെല്ലറിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എന്താക്കി മതി, പോസ് ചെയ്തിട്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക ഏത് ക്യാരക്ടർ സ്കെച്ചാണ് നാളത്തെ എക്സാമിൽ വരാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് ഇനി വേണ്ടത് നമ്മുടെ ഇന്നത്തെ ലൈവിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഉറപ്പായിട്ടും ഇന്ന് രാത്രി വൈകുന്നേരം കൃത്യം 7:30 നമുക്ക് ലൈവ് ഉണ്ട്. മിസ് ചെയ്യരുത്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കും, സെറ്റ് ആക്കും. താങ്ക് യു.